നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിച്ചു പോകുന്നത് നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിനെക്കുറിച്ചാണ്. സമാധാനവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞിരുന്ന ആ രാജ്യം ഇന്ന് എന്തുകൊണ്ടാണ് പ്രതിസന്ധികളിൽ മുങ്ങിക്കിടക്കുന്നത്? അതിനു പിന്നിലെ കഥ നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായും കാണുക. നേപ്പാൾ ഒരു ചെറിയ രാജ്യമായെങ്കിലും അതിന്റെ രാഷ്ട്രീയ ചരിത്രം ഏറെ സങ്കീർണമാണ്. വർഷങ്ങളോളം രാജവംശത്തിന്റെ ഭരണത്തിൽ കഴിഞ്ഞ അവർ 2008-ൽ രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. രാജാവിനെ പുറത്താക്കി ജനാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് അവർ കടന്നു. പക്ഷേ ജനങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. മാവോയിസ്റ്റ് വിമോചന പ്രസ്ഥാനങ്ങളുടെ ആഘാതം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, സാമ്പത്തിക അസ്ഥിരത ഇവയെല്ലാം ചേർന്ന് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കി. ഇന്ന് നേപ്പാൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. പ്രധാനമന്ത്രി പലതവണ മാറി വരുന്ന അവസ്ഥ, പാർട്ടികൾ തമ്മിലുള്ള അധികാര പോരാട്ടം ഭരണത്തിന്റെ സ്ഥിരത ഇല്ലാതാക്കുന്നു. സാമ്പത്തികമായി രാജ്യം ഏറെ പിന്നോട്ടു പോയിരിക്കുന്നു. തൊഴിൽ ലഭിക്കാതെ ആയിരക്കണക്കിന് യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അടുത്ത കാലത്ത് നേപ്പാളിൽ നടന്ന ഇന്ധനവസ്തുക്കളുടെ വിലക്കയറ്റം, കടുത്ത വൈദ്യുതിക്ഷാമം, വികസന പദ്ധതികളുടെ മന്ദഗതി ഇവ ജനങ്ങളിൽ വലിയ അസന്തോഷം സൃഷ്ടിച്ചു. ഇതോടൊപ്പം ചൈനയുമായും ഇന്ത്യയുമായുമുള്ള ബന്ധങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടായി. ഇന്ത്യയുമായി അതിർത്തി വിവാദങ്ങൾ ശക്തമായപ്പോൾ ചൈനീസ് സ്വാധീനം വർദ്ധിച്ചു. ഇതുമൂലം നേപ്പാൾ പലപ്പോഴും രണ്ടു ശക്തരാഷ്ട്രങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ്. ജനങ്ങൾക്കിടയിൽ ഇന്ന് വലിയൊരു അവിശ്വാസമാണ്. യുവാക്കൾക്ക് ഭാവിയില്ലാതാകുന്ന അവസ്ഥ, വിദ്യാഭ്യാസവും ആരോഗ്യമേഖലയുമൊക്കെ ബാധിക്കപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പോരാടുകയാണ്. 203-ൽ നിന്ന് 204 കാലഘട്ടത്തിലുണ്ടായ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ജനങ്ങളുടെ ദുരിതം ഇരട്ടിപ്പിച്ചു. സുഹൃത്തുക്കളെ, നേപ്പാൾ നമ്മോട് വളരെ അടുത്തുള്ളൊരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നമ്മെയും ബാധിക്കുന്ന കാര്യമാണ്. ഒരു കാലത്ത് ലോകം വിനോദസഞ്ചാര സ്വർഗം എന്ന് വിളിച്ച നേപ്പാൾ ഇന്ന് വലിയ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഭാവിക്ക് വേണ്ടി പോരാടുകയാണ്. ആ രാജ്യത്തിന് സമാധാനവും സ്ഥിരതയും ലഭിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കാം. നന്ദി.